ഇന്നൊരു കസ്റ്റമർ നമ്മുടെ ഷോപ്പിലോട്ട് വന്നിട്ട് ഈ ബാറ്റാണ് തന്നത്. ഞാനത് മൊബൈൽ വില ആയിരിക്കും എന്തായാലും നമ്മൾ പണിയുമല്ലോ. ആ സാധനം നമ്മളിങ്ങനെ മേടിച്ച് നോക്കിയ സമയത്ത് ഈ സാധനം ഓണൊക്കെ ആവും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഞെക്കി കഴിയുമ്പോൾ ചുമ്മാ ഒരു മൂലയ്ക്ക് മാത്രം ഇങ്ങനെ സ്പാർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം അത് എന്തുകൊണ്ടാണ് അങ്ങനെ സ്പാർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ ആദ്യം നോക്കിയപ്പോൾ ഞാൻ ഓർത്ത് വല്ല പ്രാണിയോ വല്ലതും കുടുങ്ങിയിരുന്നിട്ടായിരിക്കും അങ്ങനെ വന്നതെന്ന്. എന്തായാലും ഞാൻ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ഇതിൻ്റെ കണക്ഷൻ തമ്മിൽ കൂട്ടിമുട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഈ സ്പാർക്ക് ചെയ്യുന്നതെന്ന്. ഈ ഈച്ചയും പ്രാണിയൊക്കെ കയറുമ്പോൾ അതിനകത്ത് ഷോർട്ടാവും, അങ്ങനെയാണല്ലോ ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഈ സാധനം അഴിച്ചതിന് ശേഷം നമ്മൾ കണ്ടത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഒരു ബോർഡുണ്ട്, ബാറ്ററി ഉണ്ട്. ഈ ബോർഡിലൊക്കെ പണിയുമ്പോൾ ഈ ബാറ്ററിയുടെ കണക്ഷൻ റിമൂവ് ചെയ്തിട്ട് പണിയുന്നതാണ് ഏറ്റവും സേഫ്. നല്ല അടി ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അത് എവിടെ നിന്നാണ് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല, നല്ല രീതിക്ക് കിട്ടും. ഒരെണ്ണം കിട്ടിയായിരുന്നു. അപ്പം നമ്മളത് സേഫായിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ നോക്കണം. ഈ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളിടത്ത് പ്രത്യേകിച്ചും, കാരണം ഇതൊക്കെ ഓണാക്കി വെച്ച് പിള്ളേർ കയറി പിടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപകടമാണ്. ഇതൊക്കെ ബാറ്ററി വർക്ക് ചെയ്യുന്ന സാധനമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹൈ വോൾട്ടേജാണ് ഇതിനകത്ത് ജനറേറ്റ് ചെയ്ത് വരുന്നത്. എന്തായാലും ഇതിനകത്ത് കാണുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ സാധനം, ഈ സാധനം ഉരുകിപ്പോയിട്ടുണ്ട്. ഇത് ഉരുകിപ്പോയതിന് ശേഷമാണ് അപ്പുറത്തോട്ട് ഷോർട്ടായത്. എന്തായാലും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ 2 കൊതുകിനെയും പ്രാണിയൊക്കെ പിടിച്ച് ഞാൻ നോക്കി, പരീക്ഷിച്ച്. എന്തായാലും സാധനം വർക്കിംഗ് ആണ്. പിന്നെ ഈ ഷോക്ക് അടിച്ചത് അതൊക്കെ ഇതിനകത്തുള്ള, അതൊന്നും നമുക്ക് വിഷയമല്ല. എന്തായാലും സാധനം നമ്മൾ റെഡിയാക്കി. നമ്മുടെ അടുത്ത് വരുന്ന സാധനങ്ങളൊക്കെ നമ്മൾ എങ്ങനെയും കുത്തിയിരുന്നാണെങ്കിൽ റെഡിയാക്കി എടുക്കും. പിന്നെ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഹിറ്റ് കമ്പനിക്കാർ കൊടുക്കുന്ന സാധനമാണ്, ഹിറ്റിൻ്റെ സാധനമാണ്. അപ്പം ഈ ചൈനയുടെ ഒരുപാട് ബാറ്റുകൾ വരുന്നുണ്ട്. ഇതും ചൈനയായിരിക്കും, പക്ഷേ അതിനേക്കാളൊക്കെ ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. എന്തായാലും സാധനം അടിപൊളിയാണ്, കാണാൻ രസമുണ്ട്.